السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബഖറയിലെ 103-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണമാണ്. രണ്ട് മലക്കുകളും കുറേ ആളുകളും, അത് അറിവുള്ള രണ്ട് വ്യക്തികളായിരുന്നു എന്ന് നമ്മുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഹസ്രത്ത് ഖലീഫത്തുള്ള നൽകുന്ന വിശദീകരണം നാം വളരെ ഗൗരവമായി കണക്കിലെടുക്കേണ്ടത് തന്നെയാണ്. ബീയിങ് മെൻ ഓഫ് ഇൻസൈറ്റ്, ദൂരക്കാഴ്ച ഉള്ള ആളുകളെന്ന നിലയിൽ, ആളുകളുടെ ഈ കാഴ്ച തന്നെ പല സൈസുണ്ട്. ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, മിഡിൽ സൈറ്റ്, അത് പിന്നെ അതിൻ്റെ ക്രമം അനുസരിച്ചുള്ള കാഴ്ചാശക്തി, ഇങ്ങനെ കണ്ണിൻ്റെ കാഴ്ചശക്തിയാണ് പല രീതി. ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും ആളുകൾ പല തട്ടുകളിലുണ്ട്. കാര്യങ്ങൾ ദീർഘമായി നോക്കിക്കാണുവാൻ കഴിയുന്ന ആളുകളെന്ന നിലയിൽ, ബീയിങ് മെൻ ഓഫ് ഇൻസൈറ്റ്, they also saw the blasphemy. അവർക്ക് കാണാൻ കഴിഞ്ഞു അവർ നടത്തുന്ന നീചഭാഷണങ്ങൾ. that might rise to the lips of the evil ones. ആ നീചഭാഷണങ്ങൾ ഈ കുഴപ്പകാരികളായ ആളുകളുടെ ചുണ്ടുകളിൽ നിന്ന് അതേ വരൂ. that might rise to the lips of the evil ones. arrogantly filled up, അത് അനീതിയായി സ്വാധീനിച്ചെടുക്കുന്നതാണ്. അങ്ങനെയാണ്. അപ്പോൾ അതിൽ അവരങ്ങനെ മുഴുകി ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഏതൊരു കാര്യത്തിൽ മുഴുകിയിരിക്കുന്നുവോ നമ്മൾ അതിൻ്റെ ഒരു അടിമയായിരിക്കും. അപ്പോൾ പരദൂഷണം പറയുക, ദുഷിക്കുക, കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുക, വാചകമടിച്ചിരിക്കുക എന്നൊക്കെ പറയുന്ന പ്രവണത കൊണ്ട് ഇന്ന് ലോകം, അത് അവരുടെ സംസാരങ്ങളിൽ കൂടുതലും തട്ടിപ്പും വെട്ടിപ്പുമായിരിക്കും, കളിപ്പീരുകളും. കാരണം അവർ പ്രവർത്തിക്കാൻ തയ്യാറല്ല. വാചകമടിച്ച് ആളുകളെ കീഴ്പ്പെടുത്തി തൻ്റെ വലയിലാക്കി അവരിൽ നിന്ന് നക്കാപ്പിച്ച് അടിച്ചെടുക്കുന്ന ഒരു പ്രവണതയാണത്. അങ്ങനെ ഈ മോശം കാര്യങ്ങൾ പറയുന്ന ദാറ്റ് മൈറ്റ് റൈസ് ടു ദ ലിപ്സ് ഓഫ് ദ ഈവിൾ വൺസ്, ഈ ദുഷ്ടാത്മാക്കളുടെ ചുണ്ടുകളിൽ നിന്നും വരാൻ സാധ്യതയുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കിയ ആളുകളെന്ന നിലയിൽ, വിത്ത് സയൻസ്, ഈ ശാസ്ത്രീയമായ ഈ ജ്ഞാനത്തെ വേണ്ടതുപോലെ അവർ ഉപയോഗപ്പെടുത്താത്തത് മൂലം, ആൻഡ് വാൺ ദം എഗൻസ്റ്റ് ഇറ്റ്, നിങ്ങളിതിനെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരായിട്ട് അവർക്ക് വേണ്ടുന്ന മുന്നറിയിപ്പും കൊടുത്തു.
നിങ്ങളിത് വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. നോളജ് ഈസ് ഇൻഡീഡ് എ ട്രയൽ. അറിവ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. പ്രവർത്തനക്ഷമത എങ്ങനെ ഉണ്ട് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി അറിവ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തിയറിയും പ്രാക്ടിക്കലും, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ തിയറിയാണ് ഉള്ളത്. അത് കാണാതെ പഠിച്ചിട്ട് എഴുതി വയ്ക്കുമ്പോൾ അവൻ വിജയിക്കുന്നു. പക്ഷെ ഇന്ന് ഈ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ഒരു ലോകമാണ്. എന്തെങ്കിലും നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് പ്രവർത്തനക്ഷമമാക്കിയിട്ട് അതിൽ നിന്ന് എന്ത് നേട്ടം എന്നുള്ളതിനെക്കുറിച്ച് നോക്കുന്നതിനുള്ള പ്രവർത്തന സൗകര്യങ്ങൾ, ലാബുകളൊക്കെ എല്ലാ പഠന കേന്ദ്രങ്ങളിലും സജ്ജീകരിച്ചിരിക്കുക. അത് വളരെ കുഞ്ഞിലേ മുതൽ തന്നെ. അപ്പം പ്രവർത്തനക്ഷമത അധിഷ്ഠിതമായ ഒരു പഠന പ്രക്രിയയാണ് ലോകത്തിൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ ഇഫ് വൺ ഈസ് വാണ്ട് അബൌട്ട് ഇറ്റ്സ് ഡേഞ്ചർ, അപ്പോൾ അത് വേണ്ടതുപോലല്ല പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ അത് വലിയ അപകടമാണ്. ഇപ്പോൾ നമ്മുടെ ഗ്യാസ് തന്നെ നമ്മുടെ വീട്ടിലിരിപ്പുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ അപ്ലയൻസസൊക്കെ നമ്മുടെ വീടുകളിലുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളും ക്രമങ്ങളും അറിവുകളും ആവശ്യമാണ്. അത് വേണ്ടതുപോലെ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ, ക്രമം തെറ്റിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അശ്രദ്ധമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വലിയ ദോഷം വരും. വൺ മേ ബി സേഫ് ഫ്രം ഇറ്റ്സ് ഹാം. അപ്പോൾ അതിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ട് നിൽക്കുന്നതിന് ഈ അറിവുകൾ ഉണ്ടായിരിക്കണം. ആ അറിവ് അപ്ലൈ ചെയ്യുകയും വേണം. അല്ലാഹ് ഹാസ് എൻഡോഡ് ഹ്യൂമൻസ് വിത്ത് ഫ്രീ വിൽ. അല്ലാഹു തആല മനുഷ്യർക്ക് അവൻ്റെ സൃഷ്ടികളെന്ന നിലയിൽ ഫ്രീ വിൽ കൊടുത്തിരിക്കുക. ഫ്രീ വിൽ എന്ന് പറയുമ്പം താൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ഒരു കഴിവാണ്. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുമെന്ന് പറയുന്ന പോലെ മനുഷ്യർക്ക് താൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാനുള്ള ഒരു ചെറിയ ആ കഴിവിൻ്റെ ഒരു പരിമിതിയായിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അല്ലാഹ് ഹാസ് എൻഡോഡ് ഹ്യൂമൻസ്. അല്ലാഹു തആല മനുഷ്യരെ അലങ്കരിച്ചിരിക്കുകയാണ്, കൊടുത്ത് സമ്മാനിച്ചിരിക്കുകയാണ് ഫ്രീ വിൽ. ആൻഡ് തസ് വി ആർ ഫ്രീ ടു ചൂസ് അവർ ഓൺ കോഴ്സ്. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം? നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. വി ആർ ഫ്രീ, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ടു ചൂസ് അവർ ഓൺ കോഴ്സ്. നമ്മുടെ പാഠ്യക്രമം എന്താണ് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് അത് തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താ വേണ്ടത്? ഇപ്പോൾ ഉദാഹരണം, രാവിലെ ഇപ്പം നമ്മൾ തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞു, പിന്നീട് സുബഹി നമസ്കാരം കഴിഞ്ഞു, ഇപ്പം നമ്മൾ ഖുർആൻ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. ഇനി ഈ ഖുർആൻ ക്ലാസ് ചിലപ്പോൾ നേരെ ഇരുന്ന് കേൾക്കുന്നവരുണ്ടാവും, ചരിഞ്ഞ് കിടന്ന് കേൾക്കുന്നവരുണ്ടാവും, അതല്ല എങ്കിൽ ഒരാൾ കേട്ടുകൊണ്ടിരിക്കുന്നതിന് ദൂരെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. അങ്ങനെ പല രീതിയിലുണ്ടാകും. ഇത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും ഓരോരോ പ്രവൃത്തിയിലേക്കൊക്കെ വ്യാപിക്കുകയാണ്. ചിലർ കർമ്മരംഗങ്ങളിലേക്ക് ഇറങ്ങും, ചിലരാണെങ്കിൽ നിദ്രയിലേക്ക് പോകും, ചിലരാണെങ്കിൽ ചിന്താലോകത്തിലേക്ക് പോകും, ചിലരാണെങ്കിൽ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് കൂട്ടുകാരുണ്ടെങ്കിൽ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതിലേക്ക് പോകും. ഇങ്ങനെ പല രീതിയിലാണ് അതിന് ഈ സമയത്തെ മനുഷ്യൻ ഉപയോഗിക്കുന്നത്. അവന് ഫ്രീ വില്ല് കൊടുത്തിരിക്കുക. അവൻ എന്താ വേണ്ടതെന്ന് അവൻ തീരുമാനിക്കണം. തീരുമാനിച്ചിട്ട് അവൻ്റെ പ്രവർത്തനത്തിനനുസൃതമായിട്ടായിരിക്കും അതിൻ്റെ ഫലം വരുന്നത്. അതുകൊണ്ട് വി ആർ ഫ്രീ ടു ചൂസ് അവർ ഓൺ കോഴ്സ്. നമ്മുടെ പാഠ്യപദ്ധതി, പാഠ്യക്രമം, പ്രവർത്തനക്രമം എന്തായിരിക്കണം എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ നമുക്ക് അല്ലാഹു തആല അനുവാദം തന്നിരിക്കുകയാണ്. ടു ചൂസ് വാട്ട് ക്യാൻ പ്രോഫിറ്റ് അസ്. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ എന്ത്? വാട്ട് ക്യാൻ പ്രോഫിറ്റ് അസ്. നമുക്ക് എന്താണ് പ്രയോജനമുണ്ടാകുന്നത് അത് ചെയ്യാം എന്ന് ബുദ്ധിയുള്ളവൻ വിചാരിക്കും. വാട്ട് ക്യാൻ പ്രോഫിറ്റ് അസ് ഓൺ വാട്ട് ക്യാൻ ഹാം അസ്. അതുപോലെ നമുക്ക് എന്താണ് ഉപദ്രവം ഉണ്ടാക്കുന്നത്, പ്രയോജനമില്ലാതെ പോകുന്നത് എന്താണ് എന്നുള്ളത് അവന് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ പ്രയോജനമുള്ളതിനെ തിരഞ്ഞെടുക്കുകയും
ഉപദ്രവമുണ്ടാകുന്ന അവന് ദോഷഫലം ഉണ്ടാകുന്ന ആ കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുവാനും അവന് സാധിക്കുന്നതാണ്. ഇഫ് സംതിങ് അൺടുവേർഡ് ഹാപ്പൻസ് ടു അസ്, ഇനി പ്രതികൂലമായ നിലയിൽ എന്തെങ്കിലും നമുക്ക് സംഭവിക്കുന്നുവെങ്കിൽ, ഇഫ് സംതിങ് അൺടുവേർഡ് ഹാപ്പൻസ് ടു അസ്, നമുക്ക് പ്രതികൂലമായിട്ട് എന്തെങ്കിലും നമ്മുടെ നേരെ സംഭവിക്കുകയാണെങ്കിൽ, വി ആർ ദ സോൾ റെസ്പോൺസിബിൾ, അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഫോർ വി ഹാവ് ബീൻ വാൺഡ്, കാരണം നമുക്കിത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ബിഫോർ ഹാൻഡ്, മുന്നേ തന്നെ, ബൈ അള്ളാഹു താല ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് വേണ്ട മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിച്ചിരുന്നു എങ്കിൽ, പ്രവർത്തിക്കുമെങ്കിൽ അവർ എന്തു ചെയ്യും? ഈ ലോകത്ത് ഒരുപാട് നന്മകൾ പ്രവർത്തിക്കുവാൻ അവർക്ക് അവസരമുണ്ടാകും. ഇങ്ങനെ നന്മയും തിന്മയും കൂടി കൂട്ടിക്കുഴച്ചുള്ള ഒരു ജീവിതക്രമമായതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റും ഉണ്ടാകാത്ത നിലയിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താളം തെറ്റിപ്പോകുന്ന കുടുംബജീവിതങ്ങൾ, ഭാര്യ ഒരു വഴിക്ക്, ഭർത്താവ് വേറൊരു വഴിക്ക്, മക്കൾ വേറൊരു വഴിക്ക്. അതിന് ഒരു പഴവഴുക, അച്ഛൻ പെരുവഴി, അമ്മ പെരുവഴി, അക്കുടി മക്കളും ഒക്കെ പരക്കഴി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിയായ ദിശാബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് അല്ലാഹു തആല അവർക്ക് ആവശ്യമായ നിലയിലുള്ള മുന്നറിയിപ്പുകൾ എല്ലാം നൽകിയിട്ടുണ്ട്. റൂട്ടുകളൊക്കെ നിശ്ചയിച്ചു തന്നു, അപകടം പതിയിരിക്കുന്ന വഴികൾ പറഞ്ഞു തന്നു. അതുപോലെ നമുക്ക് പ്രകാശം ലഭിക്കുന്ന വഴികൾ നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് ഉയർന്ന് ഉന്നതിയിലേക്ക് പോകാനുള്ള വഴികൾ പറഞ്ഞു തന്നു. ഈ പറഞ്ഞ വഴികളിൽ ആവശ്യമായ ജാഗ്രത പാലിക്കാത്തത് മൂലമാണ് മനുഷ്യർക്ക് ഈ വിഷയങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇനി വീണ്ടും തുടരുന്നു ഖലീഫത്തുള്ള. അക്കോർഡിംഗ് ടു ജൂയിഷ് ട്രഡീഷൻസ്, ഈ പണ്ട് കാലങ്ങൾ മുതൽ നടപ്പിലാക്കിയ ചില കാര്യങ്ങൾ കണ്ടു പരിശീലിക്കുന്ന നടപടികളാണ് അപ്പോൾ പല ആളുകളും ശീലിച്ചു പോകുന്നത്. ഇപ്പം സന്ധ്യയ്ക്ക് നാമനാമം ജയിക്കുന്ന അത് അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ട് മക്കളും അതുപോലെ തത്തമ്മ ഉരുവിടുന്നത് പോലെ ഉരുവിടുകയാണ്. ഇതുപോലെ നമ്മളും ഇന്ന് പ്രാർത്ഥന നടത്തുന്നത് ഈ തത്ത ഉരുവിടുന്നത് പോലെ ഉരുവിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണ് ഉരുവിടുന്നതെന്ന് തത്തയ്ക്കറിയാൻ പാടില്ലാത്തതുപോലെ നമുക്കും അറിയില്ല നമ്മൾ എന്താ ഈ ഉരുവിടുന്നതെന്ന്. ഇതുപോലെ ജൂതന്മാരുടെ ആചാരാനുഷ്ഠാന പ്രകാരം, അതുപോലെ അവർ നൽകിയ ചില കമൻ്ററീസ്, ചില വിശദീകരണ പാഠങ്ങളിൽ ദെയർ ഈസ് ദ സ്റ്റോറി ഓഫ് 2 ഏഞ്ചൽസ്, 2 മലക്കുകളുടെ കഥ പറയുന്നുണ്ട്. ഹു ആസ്ക്ഡ് ഗോഡ്സ് പെർമിഷൻ ടു കം ഡൗൺ ഓൺ എർത്ത്. ആ 2 മലക്കുകൾ ദൈവത്തോട് പറഞ്ഞു ഭൂമിയിലേക്ക് വരാനൊരു അനുവാദം വേണമെന്ന്. ടു പീപ്പിൾ ടു ഹാവ് ദം സക്കം ടു ടെംപ്റ്റേഷൻ ആൻഡ് വെർ ഹാങ് അപ്പ് ബൈ ദെയർ ഫീറ്റ് അറ്റ് ബാബിലോൺ ഫോർ പണിഷ്മെൻറ്റ്. അപ്പോൾ ഈ മാലാഖമാരെ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ശിക്ഷിച്ച് കാലെ കെട്ടിത്തൂക്കി ഇട്ടേക്കുന്നതായ നിലയിൽ ബാബിലോണിൽ ഇങ്ങനെ കിട്ടിയിരുന്നാൽ ആളുകൾ ഇത് കണ്ട് അവർ തെറ്റ് ചെയ്യുന്നവർക്ക് വലിയ ശിക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കി ആ തെറ്റിൽ നിന്ന് മാറും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. സച്ച് ബിലീവ്സ് അബൌട്ട് സിന്നിങ് ഏഞ്ചൽസ്, ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന മാലാഖമാർ ഇങ്ങനെ ഒക്കെ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചൊരു വിശ്വാസം. ഹൂ വെയർ സെൻറ്റൻസ് ടു പണിഷ്മെൻറ്റ്, അങ്ങനെ അവരെ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത്. വെയർ റാമ്പൻറ്റ് എമംഗ് ദ ജ്യൂസ് ആൻഡ് ഈവൻ ദ ഏർലി ക്രിസ്ത്യൻസ്, ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും ഇങ്ങനെ ഉണ്ടായിരുന്നു. അവർ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്ക് ഇതുപോലെ ശിക്ഷയുണ്ട് എന്ന് അവരെ പഠിപ്പിക്കുന്നതിനായിട്ട് ഇങ്ങനെയുള്ള ചില കഥകളൊക്കെ കെട്ടുകഥകളൊക്കെ അവർ പ്രചരിപ്പിച്ചിരുന്നു. അത് ജൂത സമുദായത്തിലും ക്രിസ്തീയ സമുദായത്തിലും ഉണ്ടായിരുന്നു. ഇന്ന് ഈ 2 വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളെ അക്ഷരത്തിനക്ഷരം പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിലും ഇന്ന് ഈ വിശ്വാസങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ സമ്പാദിക്കുന്ന അവരുടെ ധനം വളരെ കൂടുതലും ദർഗകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്.
ടൂറിസം പോലെ അത് അങ്ങനെ ഒഴുകി ഒഴുകി ഇന്ന് ഇപ്പം അത് മക്ക മദീനയിലേക്കും കൂടി പ്രവേശിക്കുന്ന നിലയിൽ ടൂറിസം അതിന് ആരാധനയുടെ ഒരു വഴി അവർ രൂപപ്പെടുത്തിയെടുത്തു. ഈ ചാൻറ്റിങ് അവർ അങ്ങനെ ഈ പുരോഹിതന്മാരെ റെഡിയാക്കുകയാണ് ഈ ആളുകളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ചൂഷണം ചെയ്തും ചൂഷകവർഗവുമായി മാറിപ്പോയ ഒരു ജനസമൂഹത്തിലെ അനന്തരാവകാശികളാണ് നമ്മളും ചൂഷണം ചെയ്യപ്പെടുകയും ചൂഷിതരാകുകയും ചെയ്യുന്നു. നമ്മളെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നു, അതുപോലെ നമ്മൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു, അവർ നമ്മെ ചൂഷണം ചെയ്യുന്നു. ഇങ്ങനെ ചൂഷകന്മാരുടെ ഒരു ലോകത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനത്തെ സംബന്ധിച്ച് നമ്മൾ ഗാഢമായി ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു തആല മനുഷ്യന് ബുദ്ധി കൊടുത്തിരിക്കുന്നു, അവന് നേർവഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു, നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ അവനോട് ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു. അതനുസരിച്ച് ഓരോ ദിവസവും നിങ്ങൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുമെങ്കിൽ ആ നന്മ വളരും, വിളയും, സൽഫലങ്ങൾ വരും. ഇതുപോലെ നിങ്ങൾ നന്മ അനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭൗതികമായ സാഹചര്യങ്ങൾ അനുദിനം വളർന്നുകൊണ്ടും വർദ്ധിച്ചുകൊണ്ടും ഇരിക്കും. അതല്ല എങ്കിൽ, നിങ്ങൾ വേണ്ടതുപോലെ ആ കാര്യങ്ങളെ കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഐഹിക ലോകത്തും പാരിത്രിക ലോകത്തും വളരെ വലിയ കച്ചവടമായിരിക്കും. ഈ കഥകളുടെ പിന്നാമ്പുറങ്ങളിലേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം കൂടിയായിരിക്കും. ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളത്തെ പ്രഭാതത്തിൽ ബാക്കി ഭാഗവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയിലായിരിക്കട്ടെ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.